നഫ്രിയ നഫ്രിയ എന്ന് പറയുന്ന ഫഹദ് ഫാസിലിൻ്റെ വൈഫ് സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലൂടെ വീണ്ടും നമുക്ക് ഒരു നല്ല സിനിമ സമ്മാനിച്ച നഫ്രിയയെ എനിക്ക് തോന്നുന്നു ഒത്തിരി നല്ല ചിത്രങ്ങൾ നഫ്രിയയുടേതായി നമുക്കറിയാം. അപ്പോൾ നഫ്രിയ അല്പം മുമ്പ് ഇൻസ്റ്റയിൽ പങ്കുവെച്ചൊരു കുറിപ്പാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആധാരം. അത് പെട്ടെന്നങ്ങ് വൈറലാവുകയും ചെയ്തു. സുഖം പ്രാപിക്കുന്നു, ഇതൊരു ദുഷ്കരമായ യാത്രയാണ്, തിരിച്ചറിവിൻ്റെ പാതയിലാണ്, ഇങ്ങനെയൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ. എന്താണ് നഫ്രിയയ്ക്ക് പറ്റിയത്? സോഷ്യൽ മീഡിയ ആകെപ്പാടെ കൊണ്ടുപിടിച്ച സംസാരം തന്നെയാണ്. ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കുറിപ്പുകൾ പലതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തു പറ്റി എന്ന് എല്ലാവരും ആകാംക്ഷയോട് കാത്തു നോക്കുന്നൊരു സമയമാണ്. നഫ്രിയയെ സംബന്ധിച്ച് 2024 നവംബർ മാസം 22-ാം തീയതിയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒരു തിരിച്ചറിവ് നടത്തുന്നത്. പ്രൊമോഷൻ്റെ ഭാഗമായി ബേസിലും നഫ്രിയയൊക്കെ വളരെ ജോളിയായിട്ട് സംസാരിക്കുകയും പ്രത്യേക ഒരു വൈബ് ഉണ്ടാക്കുകയും തിയേറ്ററിൽ ഒരു ഓളം സൃഷ്ടിച്ച സൂക്ഷ്മദർശിനി കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് ഈ പ്രാവശ്യം നഫ്രിയയും ബേസിലും ഒക്കെ നേടുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നഫ്രിയയെപ്പറ്റി യാതൊരു വിവരവും കിട്ടാതെ പോയത്. നഫ്രിയ ആരുടെയും ഫോൺ എടുക്കാറില്ല, ഇൻസ്റ്റയിൽ കുറിപ്പുകളൊന്നും പങ്കുവെക്കാതിരിക്കുക, സിനിമാ മേഖലയിലുള്ളവർക്ക് പോലും നഫ്രിയയെപ്പറ്റി അറിയാൻ വയ്യാത്ത അവസ്ഥ. എന്താണ് സംഭവിച്ചത് എന്ന് ഒരു കുറിപ്പിലൂടെ നഫ്രിയ വ്യക്തമാക്കുന്നുണ്ട്. കാര്യങ്ങൾ വ്യക്തമല്ല, പക്ഷേ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാനതിൻ്റെ മലയാളം ആയിട്ട് വായിക്കാം. ഇംഗ്ലീഷ് അത് ചെറിയ അക്ഷരത്തിലാണ്. ചെറിയ അക്ഷരം എന്ന് പറയുന്നത് നമുക്ക് വായിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ മലയാള കുറിപ്പ് ആയിട്ട് ഞാൻ വായിക്കാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നു. എൻ്റെ 30-ാം പിറന്നാൾ ആഘോഷവും പുതുവത്സരാഘോഷവും സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷവും അടക്കം പല പ്രധാനപ്പെട്ട നിമിഷങ്ങളും മിസ്സായി. എന്തുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് വിശദീകരിക്കാൻ കഴിയാത്തതിനാലും ഫോൺ എടുക്കാൻ കഴിയാത്തതിനാലും മെസ്സേജുകൾക്ക് മറുപടി നൽകാൻ കഴിയാത്തതിനാലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ കാരണമുണ്ടായ ആശങ്കകൾക്കും അസൗകര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട്. എന്തുകൊണ്ടാണ് പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് വിശദീകരിക്കാൻ കഴിയാത്തതിനാലും അത് തൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ട്, ഒരു കാരണവശാലും എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല, ആ രീതിയിലുള്ള പേഴ്സണൽ കാര്യം തന്നെയാകാം ആ സംഭവം എന്ന് നമുക്ക് ആ വരികളിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. ജോലിക്കായി എന്നെ സമീപിക്കാൻ ശ്രമിച്ച എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. തൻ്റെ അസാന്നിധ്യം കൊണ്ടുണ്ടായ തടസ്സങ്ങളിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒത്തിരി സൂക്ഷ്മദർശിനിയുടെ വിജയത്തിന് ശേഷം നഫ്രിയയെ തേടി ഒത്തിരി അവസരങ്ങൾ വന്ന് കാണും. അതൊന്നും പങ്കെടുക്കാത്തതിൻ്റെ ഒരു വിഷമമാണ് നഫ്രിയ അതിൽ പങ്കുവെക്കുന്നത്. എനിക്ക് മികച്ച നടിക്കുള്ള ഫിലിം ക്രിട്ടിക് അവാർഡ് ലഭിച്ചത് എനിക്ക് സന്തോഷമുണ്ട്. അംഗീകാരത്തിന് നന്ദി. മറ്റു ജേതാക്കൾക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും അഭിനന്ദിക്കുന്നു. ഞാനൊരു ദുഷ്കരമായ യാത്രയിലാണ്. ഞാൻ സുഖം പ്രാപിച്ചു വരുന്നതായും ഓരോ ദിവസം മെച്ചപ്പെടുന്നതായും നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് എന്നെ മനസ്സിലാക്കിയതിനും പിന്തുണച്ചവർക്കും നന്ദി. പൂർണ്ണമായി എനിക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം വേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം, ഞാൻ വീണ്ടെടുക്കലിൻ്റെ പാതയിലാണ്. ഇത് വായിച്ചു നോക്കിയാൽ നമുക്കൊരു അസുഖം ഫീൽ ചെയ്യുന്നുണ്ട്. നഫ്രിയയ്ക്ക് എന്തോ കാര്യമായ അസുഖം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ വാക്കുകൾ നമുക്ക് തരുന്നത്. ഞാനൊരു ദുഷ്കരമായ യാത്രയിലാണ്, ഞാനത് സുഖം പ്രാപിച്ചു വരുന്നു, ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്നതായി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ അപ്രത്യക്ഷമായതിൽ എനിക്ക് എൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുറിപ്പ്. അതിൽ എനിക്ക് വ്യക്തമാകാത്ത കാര്യം എൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും, കുടുംബം ഉദ്ദേശിച്ചത് വീട്ടുകാരാണോ എന്നെനിക്ക് സംശയമുണ്ട്. നഫ്രിയ ഇവിടുന്ന് മാറി നിൽക്കുമായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്.
എന്താണ് സംഭവം എന്ന് വ്യക്തമല്ലാത്ത രീതിയിലുള്ളൊരു കുറിപ്പാണ്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് നഫ്രിയെ സംബന്ധിച്ച് എന്നുള്ളതും ഈ കുറിപ്പിൽ നിന്ന് വ്യക്തമാണ്. ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കുറിപ്പുകൾ വളരെ രസകരമാണ്. ഏത് കാര്യത്തിനും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കുറിപ്പ് ഒരാളെ പങ്കുവെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കാത്തവരെ കല്യാണം കഴിപ്പിക്കാനും കല്യാണം കഴിപ്പിച്ചവരെ ഡൈവോഴ്സ് ആക്കാനും വലിയൊരു സാമർഥ്യമാണ് നമുക്ക്. നമ്മൾ കല്യാണം കഴിച്ചവരെന്ത് പ്രശ്നം പറഞ്ഞാലും എന്താ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ, ഇവർ തമ്മിൽ പിരിഞ്ഞോ, പകതുമായിട്ട് പിരിഞ്ഞോ, ഡൈവോഴ്സിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെയാണ് പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നത്. കല്യാണം കഴിക്കാത്തവരെ സംബന്ധിച്ച് അവരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവർ വേറെ ആരോടെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇപ്പം ഒന്നേരാകാൻ പോകുന്നു. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ. ഈ രീതിയിലാണ് പലരും ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ മെസ്സേജ് വായിച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും. ഇവർ തമ്മിൽ ഡൈവേഴ്സ് ആയോ, അത് അവരുടെ പേഴ്സണൽ വിഷയം. കാരണം ഡൈവേഴ്സ് ആകുമോ ആകാതിരിക്കുമോ എന്നൊക്കെ പറയുന്ന അവരുടെ വിഷയമാണ്. അതിന് മറ്റുള്ളവർ കൈയടക്കി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് നമ്മൾ ഈ ലെറ്റർ വായിച്ചപ്പം, കുറിപ്പ് വായിച്ചപ്പം നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് പേഴ്സണലായി ഉണ്ടായ ഏതോ ഒരു അസുഖം ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഏതൊക്കെയോ പല അസുഖങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ നമുക്കറിയില്ല ഇത് വ്യക്തമാണോ അല്ലയോ എന്നത്. എന്നാലും അവർ വേഗത്തിൽ ഏത് കാര്യമാണെങ്കിലും, അവിടെ കുടുംബ പ്രശ്നമാണെങ്കിലും അവരുടെ അസുഖ സംബന്ധമായ പ്രശ്നമാണെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടുള്ള പ്രശ്നമാണെങ്കിലും എന്തായാലും അവർ വേഗം സുഖം പ്രാപിച്ച് സിനിമയിൽ സജീവമാകട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി പലപ്പോഴും തമാശ നടന്ന ഒരു നഫ്രിയയാണ് നമ്മൾ കണ്ടത്. ഒരു എന്താ പറയുന്നത്, നമ്മളൊരു അനിയത്തിക്കുട്ടി അതുപോലെ എപ്പോഴും ചിരച്ചുകൊണ്ട് ബഹളം വെക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് പലപ്പോഴും നഫ്രിയെ തോന്നിയിട്ടുള്ളത്. ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും ഭഗത്തുമായിട്ട് പല വേദികളിൽ എടുക്കുമ്പോഴും നഫ്രിയയുടെ രീതിയിൽ പ്രത്യേക രീതിയാണ്. എനിക്ക് തോന്നുന്നു അധികം പടങ്ങളിലൊന്നും അഭിനയിക്കാതെ തന്നെ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായൊരു നടിയാണ്. ചിലപ്പോൾ 4 കൊല്ലത്തിലൊരിക്കൽ അന്നത്തെ ബേസിൽ തന്നെ പറയുന്നുണ്ട്, ഒളിമ്പിക്സ് പോലാണ് നഫ്രിയ സിനിമയിൽ അഭിനയിക്കുന്നത്. 4 കൊല്ലം കൂടുമ്പോഴാണ് ഒരിക്കൽ ഒരു സിനിമയ്ക്കകത്ത് വരുന്നത്. അപ്പം ആ സൂക്ഷ്മദർശിനിയുടെ ഉടനീളം പറയുന്നുണ്ട് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇനി പടങ്ങളിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുന്ന നഫ്രിയ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. പിന്നെ നഫ്രിയെപ്പറ്റി യാതൊരു വിവരവുമില്ല. സൂക്ഷ്മദർശിനിയുടെ നല്ല വിജയം അത് ബേസിലും നഫ്രിയൊക്കെ നിറഞ്ഞാടിയ ഒരു പടമായിരുന്നു. പ്രത്യേകിച്ച് നഫ്രിയയുടെ പ്രകടനം അത് നമ്മൾ വളരെ ശ്രദ്ധയോട് കാണുകയും അത് മികച്ചതെന്ന് നിരൂപകർ പ്രശംസിക്കുകയും ചെയ്ത ചിത്രമാണ്. അതുകൊണ്ടാണ് ഫിലിം ക്രിട്ടിക് അവാർഡും കിട്ടിയത്. അപ്പം പെട്ടെന്ന് നഫ്രിയെ കാണാതെ പോകുന്നു. ഇപ്പോൾ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെടുന്നു. അപ്പം സോഷ്യൽ മീഡിയ കത്താൻ ഇതിൽ പരം വേറെ ഒന്നും വേണ്ട. അപ്പം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാതെ ആരെങ്കിലുമൊക്കെ പടച്ചുവിടുന്ന കഥകളിൽ വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. കാരണം മമ്മൂട്ടിയെപ്പറ്റി നമ്മൾ ഈയിടെ കേട്ടതാണ്. മമ്മൂട്ടി കുറച്ച് ദിവസം ലീവ് എടുത്തു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്, മമ്മൂട്ടി അലട്ടുന്ന പ്രശ്നമുണ്ട്, ഇപ്പം നഫ്രിയെ അലട്ടുന്ന പ്രശ്നമുണ്ട്. നാളെ തൊട്ട് വേറെ പല കഥകളും പുറത്തു വരാം. ഇത് കൃത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അവരെ അലട്ടുന്ന പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കാണാൻ അവർക്ക് കഴിയട്ടെ, അതിനുള്ള മനസാന്നിധ്യം അവർക്കുണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.